ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിണറായി സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടോ? CPMന് ഉത്തരവാദിത്തമുണ്ടോ? ഈ ചോദ്യം നേരിട്ട് വരുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങൾ വിചിത്രവും പരിഹാസ്യവുമാണ്. ദേവസ്വം ഭരണത്തിനായി CPM നിയോഗിച്ച പാർട്ടി നേതാക്കൾ തന്നെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഗൂഢാലോചന നടത്തിയെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുമ്പോൾ അപമാനഭാരത്താൽ കേരളം തലകുനിക്കുന്നു. അപ്പോഴും കുറ്റാരോപിതരല്ലേ കുറ്റക്കാരെന്ന് കോടതി പറയട്ടെ, അപ്പോൾ നോക്കാം എന്ന് പറയുന്ന പാർട്ടിയും സർക്കാരും ശബരിമലയിലെ വിശ്വാസികളെ മാത്രമല്ല, ജനാധിപത്യ കേരളത്തെ തന്നെ കൊഞ്ഞനം കുത്തുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന തലക്കെട്ട് സത്യത്തിൽ ആ ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നതല്ല. ഭക്തിയുടെ വിശ്വാസത്തിൽ ആരാധനാമൂർത്തിക്ക് സമർപ്പിക്കുന്ന കാണിക്കയാണ് ശബരിമലയിലെ ഓരോ തരി സ്വർണവും. ആ കാണിക്കയ്ക്ക് മൂല്യം കണക്കാക്കാനാകില്ല. ആ മൂല്യത്തെയും വിശ്വാസത്തെയും മാനിക്കാതെ പുല്ലുവില കൽപ്പിച്ചാണ് ശബരിമലയിലെ സ്വർണം ഒരു കൊള്ളസംഘം ആസൂത്രിതമായി കൊള്ളയടിച്ചത്. ആ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് CPM നേതാക്കളാണെന്ന് അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ, CPMന്റെ മുതിർന്ന നേതാവ്, മുൻ MLA, നിലവിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം. ഈ കേസിനകത്ത് കേസ് അന്വേഷണം നടത്തുന്നത് SIT ആണ്. SITയുടെ അന്വേഷണത്തിൽ ഇടപെടുന്ന പ്രശ്നമില്ല. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ആര് പ്രതിയായാലും, ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും രാഷ്ട്രീയ രംഗത്തു നിന്നാണെങ്കിലും, ഒരാളെ പോലും സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കത്തില്ല. ഹൈക്കോടതി മേൽനോട്ടത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘം പത്മകുമാറിനെതിരെ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഗൗരവമേറിയ കുറ്റങ്ങളാണ്. കൊള്ളയുടെ ആസൂത്രണത്തിന് തുടക്കമിട്ടത് തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറാണെന്ന് അന്വേഷണ സംഘം പറയുന്നു. പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ തീരുമാനിച്ച ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ സ്വർണം പൊതിഞ്ഞ എന്ന ഭാഗം പിച്ചളയെന്നാക്കിയത് വെട്ടിമാറ്റി ചെമ്പ് എന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതി പത്മകുമാർ അനുവാദം നൽകിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് അടുത്ത ബന്ധമുണ്ട് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇത് തെളിയിക്കുന്ന മൊഴികളും രേഖകളുമുണ്ട്. ശബരിമല സന്നിധാനത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അനുവദിച്ചിരുന്ന മുറി പത്മകുമാർ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സർവ്വസ്വാതന്ത്ര്യത്തോടെ ഉപയോഗിച്ചിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പോറ്റിക്ക് പത്മകുമാറിന്റെ ശുപാർശയിൽ പൂജാ ബുക്കിംഗിലടക്കം പ്രത്യേക പരിഗണനയുണ്ടായിരുന്നുവെന്ന് ജീവനക്കാരും മൊഴി നൽകി. അതുകൂടാതെ പോറ്റിയുമായുണ്ടായിരുന്ന സാമ്പത്തിക ബന്ധം തെളിയിക്കുന്ന രേഖകൾ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തിയെന്നും ഈ കാലയളവിൽ അസ്വാഭാവികമായ സാമ്പത്തിക നേട്ടം പത്മകുമാറിന് ഉണ്ടായിട്ടുണ്ടെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ഇതേ പത്മകുമാർ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നു തുടങ്ങിയ സമയത്ത് നടത്തിയ പ്രതികരണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും അറിയാം, ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണം ഒന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളൊരു സംഭവം വന്നത് അവിടെ നിന്ന് കലങ്ങി തെളിയാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ 1.5 കിലോയുടെ കണക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതൊക്കെ തിരുവാഭരണം കമ്മീഷനല്ലേ അതൊക്കെ നോക്കേണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കിലോ കണക്കിന് തൂക്കി നടക്കുകയല്ലോ. ശബരിമലയിൽ നിന്ന് അങ്ങനെ ഒരു മോഷണം നടത്തി ആർക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സ്വർണം പൂശിയ പാളികൾ ചെമ്പാണ് എന്നെഴുതിയത് എന്തടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യത്തിന് അന്ന് പത്മകുമാർ നൽകിയ മറുപടി കൂടി കാണും. അത് യഥാർത്ഥത്തിൽ ചെമ്പ് പാളിയാണ്. നേരത്തെ പൂശിയിട്ടുണ്ടെങ്കിൽ ആ പൂശി പോയതായിരിക്കാം. സ്വർണം പൂശാൻ വേണ്ടി കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ 4 കിലോ സ്വർണം എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ളത് 392 ഗ്രാം സ്വർണം മാത്രമാണ്. ആ പൂശൊന്നും ആർക്കും ഞൊരണ്ടിയെടുക്കാൻ ഒക്കത്തില്ല. ചെമ്പ് സ്വർണമായതെങ്ങനെയെന്നാണ് എൻ്റെ ചോദ്യം. 44 കിലോ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നു. തിരിച്ചു വന്നപ്പോൾ 38 കിലോയേ ഉള്ളൂ. 6 കിലോ സ്വർണം കാണാനില്ല എന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനാണ് വളരെ വ്യക്തമായി പറഞ്ഞത്, അത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയാണ് എന്ന് പറയാൻ കാരണം അതാണ്. ഇന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന പ്രാഥമിക വിവരങ്ങളിൽ പോലും പത്മകുമാർ കേരളത്തോടും ഭക്തജന സമൂഹത്തോടും പറഞ്ഞുകൊണ്ടിരുന്ന കള്ളങ്ങൾ വ്യക്തമാണെങ്കിലും CPMന് ന്യായമുണ്ട്. അറസ്റ്റ് ചെയ്ത് ഒരാളെ പ്രതിയാക്കിയാൽ എന്താ അർത്ഥം? കുറ്റാരോപിതനാണെന്നേ ഉള്ളൂ. കുറ്റം തെളിയിക്കണം. തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിസ്ഥിതിയും
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. ആരെ വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം, ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം, ആരെ വേണമെങ്കിലും കേസിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള നിലപാടിലേക്ക് എത്തിക്കുക, നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരിക. ആ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോരുത്തരെയും ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നേരിട്ട് നിയോഗിക്കാനുള്ള തീരുമാനത്തെ CPM സ്വാഗതം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഹൈക്കോടതി വിഷമിച്ചു പോയേനെ. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സ്വർണ്ണക്കൊള്ള കേസിൽ ഗുരുതരമായ കുറ്റാരോപണങ്ങൾ നേരിട്ട് ജയിലിലായത് മാത്രമല്ല CPMന് മുന്നിലുള്ള ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന പത്മകുമാറിന്റെ മൊഴിയാണ് അടുത്ത വെല്ലുവിളി. മന്ത്രിയുമായി വരെ അടുത്ത ബന്ധമുള്ള താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപേ ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന പോറ്റിയെ താനും വിശ്വസിച്ചു എന്ന പത്മകുമാറിന്റെ അവകാശവാദം അടുത്തതാര് എന്ന നെഞ്ചിടിപ്പ് കൂട്ടുന്ന ചോദ്യമാണ്. പാർട്ടിക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടായിരുന്ന, പരമാധികാരമുണ്ടായിരുന്ന ഭരണകാലത്തും തുടർ ഭരണകാലത്തും ശബരിമലയിൽ എന്താണ് നടന്നത് എന്ന ചോദ്യത്തിന് സർക്കാരും പാർട്ടിയും മറുപടി പറയണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കവർന്ന സ്വർണത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കവർച്ച ഏതൊക്കെ തലങ്ങളിലായിരുന്നുവെന്നും ആർക്കൊക്കെ അതിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടായി എന്നതും ഇനിയും പുറത്തുവരേണ്ട സുപ്രധാന കാര്യങ്ങളാണ്. എന്നാൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് അവസരമൊരുക്കാനായി നടന്ന ഗൂഢാലോചനയും ഭരണവീഴ്ചയും ഇതിനോടകം തന്നെ റിമാൻഡ് റിപ്പോർട്ടുകളായി നമുക്ക് മുന്നിലുണ്ട്. അതോടൊപ്പം പുറത്തുവരുന്ന മൊഴികളും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. സ്പോൺസർ ആകാനുള്ള താൽപര്യം അറിയിച്ച് പോറ്റി ദേവസ്വം മന്ത്രിക്ക് അപേക്ഷ നൽകിയിരുന്നതായും കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നുവെന്നും പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കവർച്ചയിൽ കടകംപള്ളിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ ചോദ്യമുനകൾ മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് നീളുന്നത് പോലും ഒരു സർക്കാരിന് വലിയ അപമാനമാണ്. ഈ നേതാക്കന്മാർ ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് പോകുന്ന ഘോഷയാത്രയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി SIT ചോദ്യം ചെയ്യേണ്ടത് പഴയ ദേവസ്വം മന്ത്രിയാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദിയെങ്കിൽ എന്തുകൊണ്ട് പോറ്റിക്കെതിരായിട്ട് ഒരു ക്രിമിനൽ കേസ് കൊടുക്കാൻ ദേവസ്വം ബോർഡ് ശുപാർശ ചെയ്തില്ല, ഗവൺമെന്റ് ശുപാർശ ചെയ്തില്ല? പോറ്റി കുടുങ്ങിയാൽ CPM നേതാക്കളും കുടുങ്ങുമെന്ന് CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മറച്ചുവെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് CPM നേതാക്കന്മാരുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദേവസ്വം മന്ത്രിയും തന്ത്രിയും ഉൾപ്പെടെയുള്ള ഉന്നതരുമായി പോറ്റിക്ക് അടുപ്പമുണ്ടെന്നും അങ്ങനെയാണ് താൻ പോറ്റിയുമായി സൗഹൃദത്തിലായത് എന്നുമാണ് പത്മകുമാറിന്റെ മൊഴി. ഇതേ പത്മകുമാർ മുൻപൊരിക്കൽ ഇട്ടുവച്ചിരിക്കുന്ന കൊളുത്ത് ഇവരിൽ ആർക്കാണ് കൂടുതൽ പാകമാകുന്നത് എന്നും കാത്തിരുന്നു കാണണം. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എങ്ങനെ നമ്മുടെ പല ആൾക്കാരുടെയും ഗുഡ് ബുക്കിൽ വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും തിരിച്ചറിയാൻ വയ്യാത്ത കാര്യമാണ്. നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? A. പത്മകുമാറും N. വാസുവും CPMന്റെ സുപ്രധാന ചുമതലകൾ നിറവേറ്റിയിരുന്ന നേതാക്കളാണ്. ഇവർ തന്നെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഗൂഢാലോചന നടത്തിയെന്ന് CPM ഭരണത്തിന്റെ തന്നെ ഭാഗമായ അന്വേഷണ സംഘം ആരോപിക്കുമ്പോഴും പാർട്ടിക്കും സർക്കാരിനും എന്ത് പങ്ക് എന്ന ചോദ്യമാണ് ചോദ്യം. പത്മകുമാറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കേരളം ചർച്ച ചെയ്യും. പോരെ, ഒരു തിരിച്ചടിയും പാർട്ടിക്കാവില്ല. കാരണം പാർട്ടിയുടെ കൈ ശുദ്ധമാണ് എന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങളുടെ കൈകൾ ശുദ്ധമായതുകൊണ്ട് പേടിയില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ചോദ്യം ഇതാണ്: ഈ ഞങ്ങളെന്ന് വെച്ചാൽ ആരാണ്? പാർട്ടിയാണെങ്കിൽ പത്മകുമാറും വാസുവും ആ ഞങ്ങളിൽ പെടില്ലേ? ഞങ്ങളെന്നാൽ സർക്കാർ ആണെങ്കിൽ കടകംപള്ളിയും വാസുവും പത്മകുമാറുമൊന്നും ആ ഞങ്ങളിലും പെടുന്നവരല്ലേ? പാർട്ടിയുടെ പ്രധാന നേതാക്കൾ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് പറയുന്ന സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് ഒഴിഞ്ഞു മാറുന്നത്? ശബരിമലയിലേക്ക് ഈ നേതാക്കളെ പ്രതിഷ്ഠിച്ച പാർട്ടി എങ്ങനെയാണ് ഒഴിഞ്ഞു മാറുന്നത്? അഴിമതിരഹിത ഭരണം എന്ന് നാഴികയ്ക്ക് 40 വട്ടം അവകാശപ്പെടുന്ന പാർട്ടി നേതാക്കൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചമയ്ക്കുന്ന ന്യായീകരണങ്ങൾ വിചിത്രമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ SIT നിയമിച്ചിരിക്കുന്നത്, അല്ല സംസ്ഥാന ആഭ്യന്തര വകുപ്പല്ല. ഹൈക്കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് SITയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഞാൻ അന്നും പറഞ്ഞു, ആ അന്വേഷണം തീരുന്നത് വരെ, കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക.
അന്വേഷണം അതിന്റെ ശരിയായിട്ടുള്ള ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അല്ല, അത് കോടതിയല്ലേ പറയേണ്ടത്? കോടതിയുടെ മുമ്പിൽ വരട്ടെ, വന്നിട്ടാകുമ്പോൾ നമുക്ക് പറയാം. ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിന് ശിക്ഷിക്കട്ടെ, അപ്പോൾ ആവശ്യമായ നടപടി ഞങ്ങൾ സ്വീകരിക്കും. സംഘടന അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. പാർട്ടി അറിയാതെ, സർക്കാർ അറിയാതെ, നേതാക്കൾ മാത്രം വ്യക്തിപരമായി ഇടപെട്ട സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ എന്തിനാണ് ഈ പൊതിഞ്ഞു പിടിക്കൽ? കോടതികൾ റിമാൻഡ് റിപ്പോർട്ട് വിലയിരുത്തി ജയിലിലേക്ക് അയച്ച നേതാക്കളെ പേരിനു പോലും തള്ളിപ്പറയാൻ CPM നേതൃത്വം പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരാളും നമ്മൾ പ്രിയപ്പെട്ടവരല്ല. പാർട്ടിയുടെ പ്രിയപ്പെട്ടവരാരാ അറിയോ? ആരാ? അല്ലല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ആരാ പ്രിയപ്പെട്ടവരാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ പ്രിയപ്പെട്ടവർ സത്യസന്ധമായി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല അംഗീകാരമുള്ള കേഡർമാരും പ്രവർത്തകരും. അല്ലാതെ ഒരാളെയും ഈ പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. ഏതുന്നതനായാലും പിടിക്കപ്പെടട്ടെ, ആരെയും സംരക്ഷിക്കില്ല എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് തൊട്ടടുത്ത വാചകത്തിൽ പിടിക്കപ്പെടുന്ന ഉന്നതർക്ക് പ്രതിരോധം തീർക്കുന്നത്. ആരെങ്കിലും തള്ളി പറയുന്ന വല്ല കാര്യമുണ്ട് നമുക്ക്? എന്തിനാ തള്ളി പറയുന്നത്? ആരും തള്ളി പറയുന്ന കാര്യമില്ല. ഞങ്ങൾ തള്ളി പറഞ്ഞു. ആദ്യം മുതലേ തള്ളി പറഞ്ഞു എല്ലാവരെയും. ആരാണോ കുറ്റക്കാരായിട്ടുള്ളത് അവരെല്ലാം തള്ളി പറഞ്ഞു, മുമ്പേ തള്ളി പറഞ്ഞു. ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നേരത്തെ പത്മകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. ഈ തവണത്തെ പാർട്ടി സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയാണ് ഉണ്ടായത്. ഇനിയുള്ള ദിവസങ്ങളിലെ അതിൻ്റെ കാര്യങ്ങൾ നോക്കി അതിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതാണ്. ഈ കേസിൽ ആരൊക്കെ കുറ്റവാളികളാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം എന്ന നിലപാട് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. നടപടിയെടുക്കാൻ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തട്ടെ എന്ന് ന്യായീകരിക്കുന്ന CPM പ്രതീക്ഷിക്കുന്ന സാഹചര്യം നമുക്കറിയാം. തൽക്കാലം ഹൈക്കോടതിയുടെ കർശന മേൽനോട്ടമുണ്ട്.